2013 ഞാൻ കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് റിയാദിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിരിക്കുന്ന ഓഫീസിൽ 10 ആളുകളാണ് ഉള്ളത്. എല്ലാ ദിവസവും രാവിലെ തന്നെ ഒരു ബംഗ്ലാദേശിലുള്ള ബംഗാളി എന്നാണ് എല്ലാവരും വിളിക്കുക. ലിയാഖത്ത് എന്ന പയ്യൻ്റെ പേര്. ഇവൻ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ആ ഓഫീസിൽ എത്തുമ്പോഴേക്ക് അവൻ്റെ എല്ലാ പണികളും കംപ്ലീറ്റ് ആക്കി. ഓഫീസ് തുറക്കുന്നത് അവനാണ്, അവിടുത്തെ ക്ലീനിങ്ങുകളൊക്കെ ചെയ്യുന്ന അവനാണ്. എല്ലാം ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫ്രണ്ടിൽ ഒരു ചെയറുണ്ട്, അതിൻ്റെ മുകളിൽ വന്നിട്ട് ആളങ്ങിരിക്കും. നമ്മൾ വരുമ്പോൾ കാണുന്നത് വെച്ചാൽ ആളിങ്ങനെ ഇരിക്കുന്നതാണ് കാണാം. അങ്ങനെ ഇവർ വന്ന എല്ലാ ദിവസവും എന്ത് ചെയ്യും, ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുമ്പോഴേക്ക് ഭയങ്കര അമർശമാണ് അവനോട്. പറയാൻ പറ്റിയില്ല, കാരണം എണീറ്റ് പോകാൻ, കാരണം അവൻ പുറത്തൊരു സ്ഥലത്ത് അവിടെ ഇരിക്കുകയല്ലേ. അങ്ങനെ ഇടയ്ക്ക് എന്നോട് പറയും, അവനെന്താ അങ്ങനെ അവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, സാർ വേറെ സ്ഥലമില്ലല്ലോ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഉള്ളിൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പുറത്തിരിക്കുന്നതെന്ന് പറയും. ഈ സംസാരം ഉണ്ടായതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ലിയാഖത്തിൻ്റെ കാല് നമ്മുടെ എസ്കലേറ്റർ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ട് കാല് പൊട്ടി. ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ഓഫീസിൻ്റെ അകത്തേക്ക് സാധാരണ ഈ കേസിൽ നമ്മൾ ഈ ക്ലീനിങ്ങിനൊക്കെ സബ് ഏജൻസീസിന് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഒരാളില്ലെങ്കിലും എന്ത് ചെയ്യും, അവർ പകരം ഒരാളയക്കും. ഇപ്പോൾ ഒരു ദിവസം അവൻ വന്നില്ല. അന്ന് അന്വേഷിച്ചൊന്നുമില്ല, കാരണം അവിടെ ക്ലീൻ ചെയ്യാൻ ആൾ വരുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഈ പുതുതായിട്ട് വന്ന പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെ പോയി ആളെന്ന് ചോദിച്ചു. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. ഇവർ സാധാരണ സൗദികൾ ചോദിക്കുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആളെന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്തേ ആരിഫെ നമ്മുടെ ലിയാഖത്തിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും സാറ് ആളെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പം അന്വേഷിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ ചെയ്യേണ്ട വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ അവിടെ പോയിട്ട് ഇരിക്കാറുള്ളത്. ഇപ്പം പുതുതായിട്ട് വന്ന ആൾ നമ്മൾ വരുന്ന സമയമാകുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നില്ല, ക്ലീൻ ചെയ്യുന്നില്ല. പല സ്റ്റാഫുകൾക്കും ഡിസ്റ്റർബായിട്ട് അവൻ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം അദ്ദേഹം ആ 10 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ മുമ്പേ ഉണ്ടായിരുന്ന ലിയാഖത്ത് എന്ന് പറഞ്ഞ ആ സ്റ്റാഫിന് ഇങ്ങനെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. 25,000 റിയാൽ എൻ്റെ കയ്യിൽ തന്നിട്ട് ആ സ്റ്റാഫുകളെല്ലാം കൂടി പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ പോയിട്ട് അവനെ കാണണം. ഹോസ്പിറ്റലിലേക്ക് ഈ ക്യാഷുമായിട്ട് ചെന്ന് ഞാൻ ലിയാഖത്തിൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നോട് പറഞ്ഞു, എന്നെ വെറുപ്പാണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്, പക്ഷേ എന്നെ അവർ അംഗീകരിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന വർക്കുകൾ വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നും, അല്ലെ മറ്റുള്ളവർക്കും തോന്നാം. ചിലപ്പോൾ നമുക്ക് അംഗീകാരങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല, അപ്രീസിയേഷൻസ് വളരെ കുറച്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ ആരും കാണുന്നില്ലെങ്കിൽ പോലും ഇത് ഞാൻ ചെയ്യേണ്ട കർത്തവ്യമാണെന്ന് കരുതിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ വർക്ക് ചെയ്താൽ ഒരു ദിവസം നമ്മളെ ആരംഗീകരിക്കും, ലോകം അംഗീകരിക്കും.